ഹലോ, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇത് നമ്മുടെ മൂന്നാറ്. ഞങ്ങൾ വാശി പുറത്ത് മൂന്നാമത്തെ ദിവസം ഞങ്ങളങ്ങനെ അന്ന് രാത്രി മൊത്തം കിടന്നുറങ്ങി. പിറ്റേ ദിവസം പുലർച്ചെ ഞങ്ങൾ രാവിലെ എണീറ്റ് ഇതാണ് ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം. ആന കാണുന്നതാണ് കാട്. അവിടേക്ക് നമുക്കാർക്കും പ്രവേശനമില്ല. ശരിക്കും ഈ കുളത്തേക്ക് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ല. പക്ഷെ രാവിലെ ഒരു പുലർച്ചെ മുതൽ വൈകിട്ട് ഒരു 4 മണി വരെ നമുക്കിവിടെ ഇറങ്ങാം. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്കുള്ള സ്ഥലം. പിന്നെ അവിടേക്ക് വേറെ ആർക്കും അവിടെ ഒരു പെർമിഷൻ അവർ അവിടുത്തെ നാട്ടുകാരായിട്ട് വെച്ചേക്കുന്നതാണ്. പണ്ട് KSEBക്കാരുടെ വേലിയിട്ടൊക്കെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല, അതൊക്കെ എടുത്ത് മാറ്റി. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, അവിടുത്തെ നാട്ടുകാർക്ക് നമ്മൾ ഒരുപാട് വിസിറ്റേഴ്സ് വരുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് കുറേ ജോലി കിട്ടുന്ന അവിടുത്തെ കടകളുണ്ട്, അവിടുന്ന് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അവിടുത്തെ തിക്ക്. മൂന്നാർ ഇടുക്കി പോവുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ലൊരു വിസിറ്റിംഗ് പ്ലേസാണ് ആനക്കുളം. ആനക്കുളത്ത് അങ്ങനെ ഞങ്ങൾ അത്രയും 3-ാമത്തെ ദിവസം വരെ കാത്തിരുന്നിട്ട് ഒറ്റ ആനേനെ കണ്ടുട്ടോ. ഒരു ആനേനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നാട്ടിലെല്ലാം പറഞ്ഞത് തലേ ദിവസം നമ്മൾ വരുന്നതിലും മുന്നേ ഇവിടെ ഒക്കെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറയണേ. ഇത്രയും ആനകൾ വന്നു. എന്നിട്ട് ഇന്നത്തെ മാത്രം ഒറ്റ ആനയോട് 25 ആന 30 ആന. അപ്പോൾ ഞങ്ങൾ നുണ പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ വരിവരിയായിട്ട് ആനകൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഇതിൽ അവിടെ അതിലിഷ്ടമില്ലാത്ത കുറേ കൊമ്പനാന ഉണ്ടാവും. കൊമ്പനാനയുടെ കൂടെ വരുന്ന ആൾക്കാർ ഇപ്പോൾ ഇവർ തമ്മിൽ തല്ലുവിടും. ഈ കാടിൻ്റെ ഉള്ളിൽ വെള്ളമില്ലാണ്ടാവുമ്പോഴാണ് ഇവർ കൂടുതൽ ഇവിടെ വരണേ. പക്ഷേ ഈ കുളത്തിൽ ഇവിടെ സെൻറ്ററിലൊരു പോയിൻ്റ് ഉണ്ട്. കുറേ കുമ്പിളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആനയുടെ ബീവറേജ് എന്നാണ് പറയണേ. ആ ഒരൊറ്റ സ്ഥലം ആനകൾ വന്നിട്ട് ആ ഒരൊറ്റ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കുള്ളൂ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പം നമുക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ കുറേ സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്തുനിന്ന് ഒറ്റ സ്ഥലത്തുനിന്ന് ആന വന്ന് വെള്ളം കുടിക്കുന്നില്ല. അവർ ആ സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ. നോക്കി ഈ ആനേനെ കാണാനായിട്ട് ഇത്രയും പേരത്തെ ജനങ്ങളാണ് അവിടെ നിൽക്കണത്. കാരണം സംഭവം നല്ലൊരു ഇതാണ്. നമ്മുടെ നാട്ടിലെ ആനകൾ പോലെ ഇവർ വേറെ കുറുമ്പും വികൃതിയൊന്നുമില്ല. ഇവർ ആ കാടിറങ്ങി വരുന്നു, അവിടെ നിന്നിട്ട് അവർ വെള്ളം കുടിക്കുന്നു. രാത്രി ആയാലും അവരവരുടെ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ തിരിച്ചും അടുത്ത ബാച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.